ഇദാ ദഖല ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ മാസം കടന്നു വന്നാൽ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, തഹിറൂ തഹിറൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ നന്നാക്കേണ്ട മാസമാണ്, ശുദ്ധികലശം നടത്തേണ്ട മാസമാണ്. വഅഹ്സിനൂ നിയതകും ഫീഹി, ഈ പവിത്രമായ മാസത്തിൽ നിങ്ങൾ ധാരാളം അമലുകൾ ചെയ്യുകയും നിങ്ങളുടെ നിയ്യത്തിനെ നന്നാക്കേണ്ട മാസമാണ്. നല്ല നിയ്യത്തോടു കൂടി വേണം റമളാനെ നിങ്ങൾ സമീപിക്കാൻ. സയ്യിദുനാ റസൂലുള്ളാഹി നിയ്യത്ത് നന്നാക്കേണ്ട മാസം ശഅബാൻ. നബി തങ്ങൾ ശഅബാൻ വരുമ്പോൾ സ്വഹാബത്തിനോട് പറയാറുള്ള ഡയലോഗാ, 1400 വർഷം മുമ്പ് നബി തങ്ങൾ സ്വഹാബത്തിനോട് ഈ മാസം വിളംബരം ചെയ്തത് 1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുക, തഹീറു അൻഫുസകും, സ്വന്തം ശരീരത്തിനെ നിങ്ങൾ നന്നാക്കണം, ശുദ്ധികലശം നടത്തണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കുറ്റമറ്റ ജീവിതം ഇനി നയിക്കാൻ തയ്യാറാകണം, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം, ശരീരത്തെ ശുദ്ധിയാക്കുക, നിസ്കാരം കറക്റ്റാക്കുക, ഇനിയുള്ള ജീവിതത്തിൽ നന്നായി ജീവിക്കാമെന്ന് പടച്ചറബിനോട് നസൂഹായ തൗബ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും കാലം എന്തായാലും തെമ്മാടിയായി ജീവിച്ചു, കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, സിനിമ കണ്ടു, സീരിയൽ കണ്ടു, ഹറാമായ തലത്തിലേക്ക് കണ്ണുകൊണ്ടുപോയി, കാതുകൊണ്ടുപോയി, അശ്ലീല ഭാഷണം നടത്തി, രാത്രിയെ വലീമസമാക്കി. ഇനിയെങ്കിലും എനിക്ക് ആഖിറ കരഗതമാകണം, ഈ ചിന്ത വരണം നമുക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ചിന്തയിലേ പോയി ഇനിയെങ്കിലും തൗബ ചെയ്യണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم فأولئك يتوب الله عليهم وكان الله غفورا رحيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن قال إني تبت الآن. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പഠിപ്പിക്കുകയാണ്, തൗബ ചെയ്യുന്ന മുസ്ലിമേ, ആരുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുക, ആരുടെ പശ്ചാത്താപമാണ് അല്ലാഹു സ്വീകരിക്കാതിരിക്കുക. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അടയാളപ്പെടുത്തുകയാണ്. കാത് കൊടുത്തുകൊണ്ട് കേൾക്കണേ മുസ്ലിമേ, ഹൃദയം കൊടുത്ത് ചിന്തിക്കണേ മുസ്ലിമേ, ഈ രാത്രി നിനക്ക് നന്നാവാനുള്ള രാത്രിയാ. പരിശുദ്ധമായ ശഅബാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സുദിനങ്ങളിലൂടെയാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, പടച്ചറപ്പേ, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്നിലേക്ക് തൗബ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة, അറിവില്ലായ്മ കൊണ്ട് പാപപങ്കുലമാകുന്ന കരങ്ങളുമായി നിലകൊണ്ടിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, തെറ്റുകളിലേക്ക് വഴുതി വീണതാകുന്ന ചെറുപ്പക്കാരികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു പറയുകയാണ്, അവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. തെറ്റിലേക്ക് പോയവരെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ അദീം വഅതൂബു ഇലൈഹി. ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു, ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി പാടെ ഒഴിഞ്ഞു നിന്ന് അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്, അവരുടെ തൗബയെ അല്ലാഹു കബൂലാക്കും.
വെക്കുന്നതാണ്. കാരണം ജീവിതത്തിൽ കള്ളു കുടിച്ചവനാണ്, ജീവിതത്തിൽ സിനിമ കണ്ടവനാണ്, ജീവിതത്തിൽ അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്തിയവനാണ്, അന്യ പെണ്ണാണ്, അന്യ ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയവളാണ്. രാത്രിയിൽ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് അന്യ ചെറുപ്പക്കാരെ വീട്ടിനുള്ളിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയവളാണ്. അല്ലാഹുവേ, വലിയ തെറ്റാണ് ചെയ്തത്, അറിവില്ലാതെ ചെയ്തു പോയതാണ്. അല്ലാ, നീ പൊറുക്കണേ നാഥാ. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നീ കണ്ടു തീർത്ത സിനിമകളും, നീ കണ്ടു തീർത്ത സീരിയലുകളും, നീ കണ്ടു തീർത്ത ഹറാമായ കാഴ്ചകളും പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് അല്ലാഹുവേ, നീ എനിക്ക് പൊറുക്കണേ അല്ലാ, നീ അല്ലാതെ മാപ്പ് ചെയ്യാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നാൽ അല്ലാഹു പറയുകയാണ് വലൈസത്തിത് തൗബ ലില്ലദീന യഅമലൂന സയ്യിആത്. ഈ ദുനിയാവിൽ തെറ്റുകൾ ചെയ്തതായ ആളുകൾ, ജീവിതത്തിൽ നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, പാപങ്ങളുടെ കണ്ണീരൊപ്പലില്ല, അറഫായുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ വിശപ്പടക്കാൻ തയ്യാറല്ല. പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദര സഹോദരിമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും തയ്യാറാകാതെ ജീവിതത്തിൻ്റെതാകുന്ന സർവ്വസമയങ്ങളിലും ഹറാമ കണ്ടുകൊണ്ട് നിലകൊണ്ടവനാണ്, അന്യ പെണ്ണുമായി ചാറ്റിങ്ങിലൂടെ നിലകൊണ്ടവനാണ്, അന്യ പുരുഷനുമായി ബന്ധം പുലർത്തിപ്പോയ പെണ്ണാണ്. എല്ലാ ദിവസവും സിനിമ കാണും, എല്ലാ ദിവസവും സീരിയൽ ദർശിക്കും, എല്ലാ ദിവസവും റീൽസ് കാണിക്കും, എല്ലാ ദിവസവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, എല്ലാ ദിവസവും ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്ന ശൈലിയിൽ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവരുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വലൈസത്തിത് തൗബ ലില്ലദീന യഅമലൂന സയ്യിആത്. അതാ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകവേ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. തൗബ ചെയ്യാതെ പോയവളാണ്. 30, 40, 50, 60, 70 വയസ്സ് വരെ അല്ലാഹ് എനിക്ക് ദീർഘായുസ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ആയുസ്സിൽ പരിപൂർണമായി അമലുകളിൽ പരിപൂർണമായി ചെയ്യാതെ തെറ്റുകളിലൂടെ വ്യാപൃതരായി ജീവിക്കവേ അസ്റായീൽ അലൈഹിസ്സലാം പൊടുന്നനെ കടന്നു വന്ന് റൂഹിനെ വേർപെടുത്തുമ്പോ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അവന്റെ കണങ്കാലിലൂടെ തുടയിലൂടെ കഴുത്തിലേക്ക് റൂഹിനെ കൊണ്ടുവരുമ്പോ വിളിച്ചു പറയുകയാണ് അല്ലാഹ് ഇന്നി തുബ്തുല്ലാൻ, ഇന്നി തുബ്തുല്ലാൻ, ഇന്നി തുബ്തുല്ലാൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് തൗബ ചെയ്യുന്നു അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ, തൗബ സ്വീകരിക്കണേ നാഥാ. തെറ്റുകൾ വന്നുപോയ അല്ലാ, വ്യഭിചരിച്ചു പോയ അല്ലാ, കണ്ണുകൊണ്ട് വിചരിച്ചു പോയ അല്ലാ, കാതുകൾ കൊണ്ട് വിചരിച്ചു പോയ അല്ലാ, കൈകൾ കൊണ്ട് പിടിക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് അന്യ പെണ്ണിന്റെ ആകാര സൗശവങ്ങൾ കണ്ടപ്പോ എന്റെ ഹൃദയം പറഞ്ഞതിന്റെ പേരിൽ കൈകൾ കൊണ്ട് പിടിച്ചു പോയ അല്ലാ, എന്റെ കാലുകൾ കൊണ്ട് നടക്കാൻ പാടില്ലാത്ത തരത്തിലേക്ക് എന്റെ കാലുമായി ഞാൻ സഞ്ചരിച്ചു പോയ അല്ലാ. ഞാൻ പോകാത്ത പാർക്കില്ല, ഞാൻ പോകാത്ത മാളില്ല, ഞാൻ പോകാത്ത ബീച്ച് റോഡുകളില്ല, ഞാൻ പോകാത്ത ഉത്സവങ്ങളില്ല, ഞാൻ പോകാത്തതാകുന്ന മാടിക്കൂട്ടങ്ങളില്ല. എല്ലാ തെറ്റുകളുടേക്കും എന്റെ കാലുകൾ കൊണ്ട് നടന്നവനാണ്. എന്റെ ഹൃദയം കൊണ്ട് ഹറാം ചിന്തിച്ചതാണ്. എന്റെ കൈവരകൾ കൊണ്ട് ഹറാമായത് ഒരുപാട് ഞാൻ ചാറ്റിംഗ് നടത്തിയിട്ടുണ്ട്, എഴുതിയിട്ടിട്ടുണ്ട്. വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ
ഇൻസ്റ്റഗ്രാമിലൂടെ, ട്വിറ്ററിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ മോശപ്പെട്ട തരത്തിലേക്ക് എന്റെ അവയവങ്ങളെ കൊണ്ടുപോയതാണ്. അല്ലാഹുവേ, എനിക്ക് നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്ന് നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുമ്പോ ഈ സമയത്ത് നീ തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹ് ഖുർആനിലൂടെ പറയുകയാണ്, വലൈസത്തി തൗബ വലൈസത്തി തൗബ, അല്ലാഹ് നിന്റെ തൗബയെ സ്വീകരിക്കില്ല പെങ്ങളെ, അല്ലാഹ് നിന്റെ തൗബ സ്വീകരിക്കില്ല ചെറുപ്പക്കാരാ. റൂഹ് പിരിയുന്നതിന് മുമ്പ്, അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യാ അവസരം കിട്ടിയിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് തൗബ എന്ന് വിശുദ്ധമായ ഖുർആൻ. രണ്ട് അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം. സയ്യിദുനാ റസൂലുള്ളാഹി ഒന്ന് തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്നതിന് മുമ്പ്. അതെപ്പോഴാന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല. രണ്ടാമത്തത് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥയ്ക്ക് മുമ്പ്. അതെപ്പോഴാ? ലോകാവസാനം. ഈ രണ്ട് അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ രണ്ട് സമയവും നമുക്കറിയാവോ? നമുക്കറിയില്ല. അതിന്റെ അർത്ഥം എന്താ? എത്രയും വേഗം തൗബ ചെയ്യണം. തെറ്റ് ചെയ്താൽ എത്രയും വേഗം തൗബ ചെയ്യണം. അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി വര്യൻ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തെറ്റുകാരനാണ്, പാപിയാൻ, ഞാൻ വലിയ തെറ്റ് ചെയ്തവനാണ്. നബി തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ. ആ സ്വഹാബി വര്യൻ പറഞ്ഞു, നബിയേ, വഅഊദു, ഞാൻ വീണ്ടും തെറ്റിലേക്ക് മടങ്ങുന്നു റസൂലേ, ഞാൻ പാപം വീണ്ടും ചെയ്യുകയാണ്. ഞാൻ വീണ്ടും തെറ്റുകാരനാണ്, വീണ്ടും തെറ്റിലേക്ക് മടങ്ങാൻ. തൗബ ചെയ്തു, വീണ്ടും തെറ്റിയാൻ. അതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ. 27 തൗബ ചെയ്തിട്ട് പെരുന്നാളിലന്ന് പോയിട്ട് നല്ല റിലീസിന്റെ പടം പോയി കാണുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇനിയിപ്പോ ഈ റമദാൻ കാത്തിരിക്കാൻ നേരത്തെ എമ്പുരാൻ പോയി കാണണമെന്നുള്ള നീയത്തിൽ ഇപ്പോഴേ ഇത്തിക്കാഫായിട്ടിരിക്കുന്ന കൗമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിന് ട്രീസർ ഇറങ്ങി അന്ന് കണ്ടു തീർന്നാൽ മതി. റാഹത്ത് റമദാനിൽ ഇറങ്ങുന്ന, എന്നാ പിന്നെ നേരത്തെ തന്നെ കണ്ടോണം. നമ്മുടെ കൗമ തന്നെ കാണാനും പോകും. പെരുന്നാളൊന്നും ആവണ്ട, നേരത്തെ എപ്പോ റിലീസ്, ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ. റമദാൻ 1-ന്റെ അന്ന് റിലീസ് ചെയ്യുമോ പുതിയ പടം? ചെയ്യത്തില്ല. എന്താ കാരണം? നമ്മുടെ കൗമ വരണം, എന്നാലേ വിജയിക്കുള്ളൂ. 500 കോടി 50 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം. കാക്ക വരണം, കുടുംബസമേതം വരുന്നാലേ റാഹത്താവും. അതുകൊണ്ട് പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് നല്ല ദിവസം നോക്കിയിട്ടുള്ളൂ, വെള്ളിയാഴ്ച ദിവസം. കാരണം ജുമാ മുടക്കിയിട്ട് നല്ല ശൈത്താൻ, ഏറ്റവും കൊടിയ ശൈത്താൻ വരുന്നുണ്ട്. അവൻ വരുമ്പോ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെച്ചിരിക്കുന്നത്. അല്ലാതെ പടം റിലീസ് ചെയ്തവര് ജുമാ ദിവസത്തിന്റെ മഹത്വവും പോരിശയും മഹത്വമാക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്തതാണോ? അങ്ങനെയാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെരുന്നാളിന് അന്ന് റിലീസ്. കാരണം എന്താ? പെരുന്നാൾ ആഘോഷിക്കല്ല, മറിച്ച് നല്ല കൗമ വരാണ്ട്. നമ്മുടെ കൗമ വന്നെങ്കിലേ എല്ലാം വിജയിക്കുള്ളൂ. 50 കോടി 500 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്കായും പിള്ളേരും വരണം, താത്താക്ക് വരണം. താത്താക്ക് ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ട് സിനിമ കണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ അഭിനയം, എന്റെ മകൻ ഇത്രയും നല്ലപോലെ അഭിനയിച്ച് അടുത്തൊന്നും കണ്ടിട്ടില്ല. പർദ്ദ ധരിച്ച് താത്ത പറയുക, നരയിച്ചു വെക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് ലോകം. മുമ്പ് സിനിമ കാണാൻ പോകുന്നവർ ഒളിച്ചും പാത്തും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ക്യാമറ കാണുമ്പോൾ അതിന്റെ മുന്നിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും, നല്ല പടമാണ്, എല്ലാവരും കുടുംബസമേതം പറയണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കോമായി മാറി. മുമ്പ് ഈ ക്യാമറ കാണുമ്പോൾ ഒളിച്ചു പോവായിരുന്നു. അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ പോയിട്ട് ആയത്തല്ലേ ടാറ്റ കാണിച്ചിട്ടുള്ളൂ. കുറെ പേര് ആറാട്ടന്റെ ഫാൻസാണ്. അവനെ ഓടിച്ചപ്പോ ഇപ്പൊ കുറെ പേർക്ക് വിഷമമുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. എവിടെയാണ് നമ്മുടെ തലമുറ? ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ആഖിറത്തിൽ നമ്മൾ എത്തുമ്പോ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ നിർത്താണ്, ദീർഘിപ്പിക്കുന്നില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വനഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ من بعثنا من
مرقدنا هذا ما وعد الرحمن هذا ما وعد الرحمن وصدق المرسلون. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ മഹ്ശറയിലേക്ക് ഓടുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ എത്ര ഊത്തുണ്ട്? 3 ഊതൽ. ഒന്ന് നഫ്ഖത്തുൽ ഫസഅ പേടിപ്പിക്കാനുള്ളത്, രണ്ടാമത്തത് എല്ലാവരെയും മരിപ്പിക്കാനുള്ളത്, മൂന്നാമത്തത് മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ആളുകളെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. മൂന്നാമത്തെ ഊത്തപ്പേ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. നിർത്താണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ കഴിയും. ഇരിക്കൂലേ? 10 മിനിറ്റ് ഇരിക്കൂലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങൾ മുഴുവനും ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുകയാണ്. ഖാലൂ يا ويلنا من بعثنا من مرقدنا. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ഇതാ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ നാശമേ, നല്ല ഉറക്കിലായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? എന്തിനാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? من بعثنا من مرقدنا. നല്ലതുപോലെ സുഖിമാമാരെ കടന്നുറങ്ങിയിരുന്ന ഞങ്ങളെ ഈ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ഓരോ ആളുകളും ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ഭൂമുഖത്തേക്ക് വന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മലക്കുകൾ മുഖേന അല്ലാഹു മറുപടി നൽകുന്നത്, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും ഈ ഭൂമുഖത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തവേ, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഈ ദുനിയാവിൽ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, അതിന് പ്രതിഫലം നൽകുന്ന ദിവസമാണതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ദൃഷ്ടാന്തം നൽകിയിട്ടുള്ള ദിവസമല്ലേ? ആ ഖിയാമത്ത് നാളാണിത്. അംബിയാ മുർസലീങ്ങൾ വാഗ്ദാനം ചെയ്ത റഹ്മാനാകുന്ന പടച്ചറബ്ബ് നിങ്ങൾക്ക് ഏതെല്ലാം നന്മ തിന്മകൾ നിങ്ങൾ ചെയ്താലും അതിന് പരിപൂർണമായി പ്രതിഫലം നിങ്ങൾക്ക് കൈപ്പറ്റാൻ ഉതകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ആ ലോകാവസാനത്തിന്റെ വെളിയാളമാണ് ഇതാ കടന്നു വന്നത് എന്ന് മലക്കുകൾ പറയുകയാണ്. ഇൻ കാനത് ഇല്ലാ സ്വയ്ഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. ഒരൊറ്റ അട്ടഹാസമാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ആ ശബ്ദ കോലാഹലത്താൽ ലോക ജനത മുഴുവനും ഖബറിൽ കടക്കുന്നവർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞുപോയതുമാകുന്ന ജനകോടികൾ മുഴുവനും മരണപ്പെട്ട് ഖബറിൽ കടക്കവേ ഈ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. എല്ലാവരും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുകയാണ്. ഒരാൾ പോലും ഒഴിവാകുകയില്ല, ഒരാൾ പോലും മഹ്ശറയെ തൊട്ട് ഒഴിവാകുകയില്ല. എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരുകയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നമൻ വദഅ യദഹു അലംറഅ ലാ
തഹില്ലു ലഹു ബിശഹ്വാ. ഈ ദുനിയാവിൽ വികാര വിചാരത്തോടുകൂടി അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം നടത്തിയതാകുന്ന ചെറുപ്പക്കാരില്ലേ, വീടിന്റെ അകത്തലങ്ങൾ കടന്നു ചെന്ന് അന്യ പെണ്ണാണ് അയൽവാസിയാണ്, അന്യ പെണ്ണാണ് ബന്ധുക്കാരിയാണ്, അന്യ പെണ്ണാണ് കൂട്ടുകാരിയാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരി, എത്രയോ സഹോദരങ്ങള് വൈകുന്നേര സമയങ്ങളിൽ സ്കൂളിൽ വിട്ട് കടന്നു വരുന്ന മക്കനെ ഇട്ടതാകുന്ന സഹോദരിമാരെ മടിയിൽ തടത്തിക്കൊണ്ട് ചുംബിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ കാണുന്ന അശ്ലീലതകളല്ലേ, പരസ്യമായി നടുറോഡുകളിൽ, പരസ്യമായി ഒഴിഞ്ഞതാകുന്ന കടമുറികളിൽ, ബീച്ച് റോഡുകളിൽ, അഴീക്കൽ ബീച്ചിലടക്കം, വർക്കല ബീച്ചിലടക്കം ഈ അടുത്ത് എത്രയോ ഫീച്ചറുകളാണ് അതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത്. ഒരു കൊടയതാ ചരിച്ചു വെച്ചിരിക്കുകയാണ്, അതിന്റെ പിന്നിലിരുന്നു കൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് മറയില്ല, അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചെയ്തികളാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരികളാണ് 10ാം ക്ലാസ്സിലും പ്ലസ് 1-നും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ, ഉമ്മാന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്, ദീനിയായ ജീവിതം നയിക്കുന്ന പൊന്നുമോളാണ്. ലഹരിക്കടിമപ്പെട്ട യുവത്വത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരികൾ മാറിയില്ലേ. മാരകമാകുന്ന MDMA-യും LSD-യും അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുടെ കൈകളിൽ നിന്ന് വാങ്ങിക്കഴിച്ച് അവരുടെ കൈവശത്ത് നിന്ന് ലഹരി കിട്ടാൻ വേണ്ടി അവരുടെ പിന്നാമ്പുറങ്ങൾ നടന്ന് അവസാനം അവരുമായി പ്രണയത്തിലായി, അവരുമായി പ്രേമത്തിലായി, അവർ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നതായെന്ന തലത്തിലേക്ക് ഈ തലമുറ മാറിയില്ലേ. എത്രയെത്ര പെൺകുട്ടികളാണ് ഗർഭിണികളായത്, എത്രയെത്ര പെൺകുട്ടികളാണ് അബോർഷനാക്കിയത്. വാപ്പയറിയാതെ ഉമ്മയറിയാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ. പാവപ്പെട്ട പെൺകുട്ടികളെ ഈ രീതിയിൽ പീഡിപ്പിച്ച് നശിപ്പിച്ചതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാർക്ക് ലഹരി കൊടുത്തുകൊണ്ടവരെ നശിപ്പിച്ചു കളഞ്ഞതായ യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ മഹ്ശറിലേക്ക് ചെല്ലുമ്പോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുകയാണ്. കത്തിയാളെ നരകത്തെ അല്ലാഹു മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്. 70,000 മലക്കുകൾ മുഖേന കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് കൊണ്ടുവരുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. അല്ലാഹുവിന്റെ ദർബാറിൽ കോടാനുകോടി മലക്കുകൾ മുഴുവനും സഫായിട്ട് മഹ്ശറിൽ പടച്ച റബ്ബിന്റെ വിചാരണ കാത്തുകൊണ്ട് എല്ലാവരും വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ ദുനിയാവിലെ കടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയ മനുഷ്യനില്ലേ, കള്ളു കുടിച്ചുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരതമലം അയർത്തിയിട്ടുള്ള ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നമൻ വദഅയദഹു അലംറാ ലാ തഹില്ലു ലഹു ബിശഹ്വാ. അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ, അന്യ പുരുഷന്റേതാകുന്ന ശരീരഭാഷയിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ള പെങ്ങളെ, ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് വേണ്ടി കിടക്ക വിരിച്ചു കൊടുത്തതായ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ലോകരെ പഠിപ്പിക്കുകയാണ്. ജാഅ യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അവൻ കടന്നു വരുകയാണ്. വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് പിടിച്ചമർത്തിയ കൈകളല്ലേ. ബസ്സിൽ, ട്രെയിനിൽ എന്ന് വേണ്ട ഏതെല്ലാം സ്ഥലങ്ങൾ നീ രതിക്കിടയിലേക്ക് നിന്റെ കൈകളെ കൊണ്ടുപോയോ, ഈ 2 കൈകളും ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ്. അനങ്ങാ പറ്റില്ല ചെറുപ്പക്കാരാ, അനങ്ങാ പറ്റില്ല പെങ്ങളെ. ഇത് റബ്ബിന്റെ കോടതിയാണ്, തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്തിന്റെ പളവളപ്പ് പടച്ച റബ്ബിന്റെ മുന്നിൽ പറയാൻ പറ്റില്ല. ഞാൻ കോടിക്കണക്ക് രൂപ മറ്റ കച്ചവടം നടത്തിയവനാണ്, ഞാൻ വലിയതാകുന്ന സൗഭാഗ്യമുള്ളവനാണ്, അമ്പരചുംബികളായ മണിമേടകൾ വെച്ചവനാണ്, ഞാൻ മാളിക സൗധങ്ങൾ പണിതുയർത്തിയവനാണ്, എനിക്ക് പോരുവഴി അങ്ങാടിയിൽ എനിക്ക് കടമുറികളുണ്ട്, ഞാൻ കരുനാഗപ്പള്ളി അറിയപ്പെട്ടതാകുന്ന ധനികനാണ്, വലിയ സമ്പന്നനാണ്. എത്ര വലിയ സമ്പന്നതയുടെ ഉത്തുംഗതയിലേക്ക് കടന്നു വന്നവനായിരുന്നാലും, 10 മക്കളെ പ്രസവിച്ചിട്ടതാകുന്ന ഉമ്മയായിരുന്നാലും, യൗമ ലാ
യൻഫഉ മാലുൻ വലാ ബനൂൻ. ഒരു സമ്പത്തും ഒരു സന്താനവും പ്രയോജനം ചെയ്യാത്ത ദിനമാണ് മഹ്ശറ വൽ മഹ്ശറ. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ. ഈ ദുനിയാവിൽ നിനക്ക് SIA, ഈ ദുനിയാവിൽ നിനക്ക് CIA, ഈ ദുനിയാവിൽ നിനക്ക് DYSPA, ഈ ദുനിയാവിൽ നിനക്ക് SPA, ഈ ദുനിയാവിൽ നിനക്ക് DIGA. നിനക്ക് ദുനിയാവിൽ ആരെല്ലാമായിട്ട് ബന്ധമുണ്ടോ? MLAയുമായി ബന്ധമുണ്ട്, MLAയുമായി ബന്ധമുണ്ട്, MP-യുമായി ബന്ധമുണ്ട്, മന്ത്രിമാരുമായി ബന്ധമുണ്ട്, പ്രൈം മിനിസ്റ്ററുമായി കടമയുണ്ട്. എല്ലാവരുമായി എത്രയേറെ ബന്ധമുണ്ടെങ്കിലും ആരും നിനക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. ഒരാളുടെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കില്ല. അവിടെ സംസാരിക്കണമെങ്കിൽ പടച്ച റബ്ബ് പറയണം. അവിടെ സംസാരിക്കണമെങ്കിൽ നിന്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ കൈകളാണ് പടച്ച റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുക. ആ സമയത്ത് വല്ലാത്ത വേദനയാണ്, വേദനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്നെ മഹ്ശറിലേക്ക് കൊണ്ടുവരുകയാണ്. ഈ ദുനിയാവിൽ നിന്റെ കൈ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നീ പിടിച്ചവനാണോ? പെങ്ങളെ, ചെറുപ്പക്കാരാ, നാളെ ഈ കൈകൾ പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആളുകൾ അവനെ തിരിച്ചറിയും. ഇവൻ ഇന്നാലിന്റെ മനുഷ്യനാണ്. ഇവൻ കരുനാഗപ്പള്ളിയിൽ കുന്നത്തൂര് താലൂക്കിലെ പോരുവഴി ജമാഅത്തിൽപ്പെട്ട ഇന്നാലിന്റെ മനുഷ്യനാണ്. ഇവൻ അന്യ പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. ഇവൾ അന്യ ചെറുപ്പക്കാരനെ കടന്നു പിടിച്ചവളാണ്. അതുകൊണ്ടാണ് കൈകൾ ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് ബന്ധിച്ചിരിക്കുന്നത്. ലോക ജനത മുഴുവൻ മഹ്ശറിലേക്ക് വരുമ്പോ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നു നിൽക്കുമ്പോ കൈകൾ മുഴുവൻ പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ ഖബലഹാ, അന്യ പെണ്ണിനെ ചുംബിച്ചവനാണോ? ദുനിയാവിൽ എപ്പോഴെങ്കിലും ഒരു പെണ്ണിനെ നീ ചുംബനം നടത്തിയിട്ടുണ്ടോ? അവളുമായി ലിപ്ലോക്ക് ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുരിലത് ശഫതാഹു ബിമിഖറലിന്നാർ. 3000 വർഷം രാവും പകലും വെച്ചുകൊണ്ട് ചൂടാക്കിയതായ നരകത്തിലെ കത്രി കൊണ്ട് അവന്റെ ചുണ്ടങ്ങോട് വലിച്ചു നീട്ടുമത്രേ. സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവന്റെ ചുണ്ടിനെ വലിച്ചു നീട്ടിയിട്ട് ആ ചുണ്ട് ചൂടുള്ള കത്രി കൊണ്ട് മുറിച്ചു മാറ്റുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യ പെണ്ണിനെ ചുംബിച്ച് മണിക്കൂറുകളും ലിപ്ലോക്ക് ചെയ്ത് നടന്നവനല്ലേ അവളെ ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ സനാ ബിഹാ, അന്യ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവനാണോ? ചെറുപ്പക്കാരാ, സഹോദര, സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് അന്യരാകുന്ന പരപുരുഷന്മാരെ വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റി അവരുമായ കിടക്കയിൽ കടന്നുകൊണ്ട് ശയ്യവലംബിച്ച പെങ്ങളെ, ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ അന്യരാകുന്ന പരസ്ത്രീകളുമായി പുലബന്ധം പുലർത്തിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ, നിനക്ക് നാളെ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുമോ? തശ്ഹദു അളമു ഫഖദിഹിൽ യുസ്റാ, ഇടത് കാലിന്റെ തുടയല് അല്ലാഹുവോട് വിളിച്ചു പറയുമത്രേ. അള്ളയോട് സാക്ഷി നിൽക്കുകയാണ്. അല്ലാഹുവോട് പറയുകയാണ്, അന റകിബുത്തുൽ ഹറാം, അന റകിബുത്തുൽ ഹറാം. നിന്റെ ഇടത് കാലിന്റെ തുടയല് അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ, എന്റെ ഈ തുടയുടെ ഭാഗം ഹറാമായ തലത്തിലേക്ക് പോയിട്ടുണ്ട്. അല്ലാഹ്, അന റകിബുത്തുൽ ഹറാം. അന്യ പെണ്ണിന്റെ പൃഷ്ഠഭാഗത്തേക്ക്, അന്യ പെണ്ണിന്റെ ശരീരഭാഗത്തേക്ക്, തുടഭാഗത്തേക്ക് എന്റെ എല്ല് ചേർന്നിട്ടുണ്ട് എന്ന് ഇടതുഭാഗത്തെ തുടയല്ല് നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വിളിച്ചു പറയുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുന്നത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു
അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കളവ് പറഞ്ഞവരെ, ഏപ്രിൽ ഫൂൾ നടത്തിയവരെ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കളവ് പറയാനുള്ള സാക്ഷികളുമായി ഈ ദുനിയാവിൽ കൂട്ടുകാരെ കൊല്ലാതെ ചേർത്ത് നിർത്തിയവരെ, കൂട്ടുകാരികൾ അതിനുവേണ്ടി സമന്വയിപ്പിച്ചവരെ, അള്ളാന്റെ ദർബാറിലേക്ക് എത്തുമ്പോ ഈ നാവ് കൊണ്ടിട്ടടിക്കുമ്പോ ഒരു സംസാര ഭാഷയുണ്ട്, അത് നിങ്ങൾക്ക് തിരിയുന്നുണ്ട്. അത് ഈ മൈക്കിലൂടെ കേൾക്കുന്നവരാണ്, ലൈവിലൂടെ കേൾക്കുന്നവരാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും നാളെ അള്ളാന്റെ ദർബാറിൽ എത്തുമ്പോ ഈ നാവിട്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, ഇത് അടിക്കാൻ പറ്റില്ല. ഈ നാവിനെ അള്ളാഹു സീല് ചെയ്യുകയാണ്. എന്നിട്ട് കൈകൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഈ നാവിന് പകരം നാളെ അള്ളാന്റെ കോടതിയിൽ സംസാരിക്കുന്നത് കൈകളാ. ഈ നാവിന് സംസാര വൈഭവം നൽകിയ അള്ളാഹു, ഈ നാവിന് സംസാര വൈഭവം നൽകിയ അള്ളാഹു, അതിലൂടെ ഒരു ഭാഷയെ സായക്തമാക്കി തന്ന അള്ളാഹു, ആ നാവിനെ അങ്ങ് സീല് വെക്കുമത്രേ. അള്ളാന്റെ കോടതികൾ സംസാരിക്കുന്നത് കൈകളാണ്. നീ ചെയ്തിട്ടുള്ളതാകുന്ന നന്മകൾ മുഴുവനും നിന്റെ വലത് കൈ വിളിച്ചു പറയുമ്പോ നിന്റെ വലത് കാലിന്റെ തുടയല് നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയാണ്. നീ ചെയ്തിട്ടുള്ള തിന്മകൾ മുഴുവനും ഇടത് കൈ വിളിച്ചു പറയുമ്പോ തശ്ഹദു അലമു ഫഖദിഹിൽ യുസ്റാ, നിന്റെ ഇടത് കാലിന്റെ തുടയല് അള്ളാന്റെ മുന്നിൽ സാക്ഷിപത്രമാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.